വിവാദങ്ങൾക്കിടെ അവധി അപേക്ഷ പിൻവലിച്ച് ADGP MR അജിത് കുമാർ അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകി. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തന്നെയാണ് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകി അവധിക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് അവധി അദ്ദേഹം പിൻവലിക്കുന്നു. സർവീസിൽ അദ്ദേഹം അവധിക്ക് പോകാൻ തയ്യാറാവുന്നില്ല. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ? വിനോദ്, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മാസം 14-ാം തീയതി മുതൽ അപേക്ഷിച്ചിരുന്ന അവധി, അതായത് 14-ാം തീയതി മുതൽ 4 ദിവസത്തേക്കാണ് നേരത്തെ ADGP MR അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത്. വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ അവധിക്ക് അപേക്ഷ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ PV അൻവർ തുടങ്ങിവെച്ച ആരോപണങ്ങളിൽ തുടങ്ങിവെച്ച അദ്ദേഹം ആദ്യഘട്ടം മുതൽ വിമർശനമുയർത്തിയ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. മലപ്പുറത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായും അഴിച്ചു പണിയുന്ന രീതിയിലേക്ക് സംസ്ഥാന പോലീസും സർക്കാരും ഒക്കെ പോയിരുന്നു. അതിനുശേഷമാണ് ADGP ഈ അവധിക്ക് അപേക്ഷ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ ADGPയെ മാറ്റി നിർത്തണമെന്ന വലിയ രീതിയിലുള്ള ആവശ്യമുയർന്നിരുന്നു. മുന്നണിക്കകത്ത് ആവശ്യമുയർന്നിരുന്നു, പാർട്ടിക്കുള്ളിൽ ആവശ്യമുയർന്നിരുന്നു, പൊതുസമൂഹത്തിൽ നിന്നും ആ രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ സർക്കാർ ആ രീതിയിലുള്ള ഒരു നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോയിരുന്നില്ല. കൃത്യമായി ADGPയെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട്, ആരോപണങ്ങളിൽ ഒരു പ്രതിരോധമൊരുക്കുന്ന നിലപാട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും ഈ ADGPയുടെ അവധിക്ക് പോകുന്നതിൽ, അതായത് ADGPയെ മാറ്റി നിർത്തണമെന്ന ആവശ്യം വരുമ്പോൾ ADGP ഉടൻ അവധിയിൽ പ്രവേശിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഒരു ഡിഫൻസ് എന്ന രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്ന സമയത്ത് ADGPയോട് അവധിയിൽ പ്രവേശിക്കാനുള്ളൊരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ADGP അവധിയിൽ പോകുന്ന കാര്യവും സജീവ ചർച്ചയിൽ നിന്നിരുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അവധി അപേക്ഷ പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പുകൾ ലഭിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിലവിൽ നടന്നു പോകുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് ADGPക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുമോ, അങ്ങനെയുള്ള ഒട്ടനവധി രാഷ്ട്രീയ ചോദ്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് LDF യോഗമൊക്കെ ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ADGPയുടെ ഈ പുതിയ നീക്കവും അത് ചർച്ചയാകുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നു. അൻവർ ആരോപണം ഉന്നയിച്ച ആളുകളെ, അല്ലെങ്കിൽ അൻവർ എതിർക്കുന്ന, അൻവറിന് അപ്രീതി ഉണ്ടായിട്ടുള്ള ആളുകളെ മുഴുവൻ മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ട ADGPക്കെതിരെ നടപടികൾ പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അന്വേഷണം നടത്തി പരിശോധനകൾക്കൊടുവിൽ നടപടി സ്വീകരിക്കാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു നയമായി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തി ആ പരിശോധനയ്ക്ക് ശേഷം മാത്രം നടപടിയെടുക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു സംരക്ഷണ കവചം മുഖ്യമന്ത്രി ഒരുക്കുന്നുണ്ട്. ഇതിന് കാരണമായി നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നത് ഈ PV അൻവർ ആരോപണം ഉന്നയിച്ചതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ്. P ശശിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൻ്റെ ആവശ്യം മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം P ശശിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി വരികയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വീഴ്ചയായി, ഭരണത്തിൻ്റെ വീഴ്ചയായി, ആഭ്യന്തര വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി വിലയിരുത്തപ്പെടും. ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരും. അപ്പോൾ ശശിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുണ്ടെങ്കിൽ ADGPക്കെതിരെ നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകണം. കാരണം ADGPക്കെതിരെ നടപടി സ്വീകരിച്ച ശേഷം ശശിയെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക നിലവിലത്തെ ഒരു അവസ്ഥയിൽ അത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ നടപടി ഉണ്ടായാൽ ശശിക്കെതിരെ നടപടി ഉണ്ടാകണം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ADGPയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള പോംവഴി. അതിനുള്ള നടപടികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ADGP അവധി പിൻവലിക്കാനുള്ള ഒരു അപേക്ഷ, ആ അപേക്ഷ അദ്ദേഹം പിൻവലിക്കുന്നതിലൂടെ വന്നിരിക്കുന്നത്